അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. സച്ചിൻ 35 years ഹാസ് പ്രൊവൈഡഡ് ഫോളോയിങ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ടു ഹിസ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ 2024-25. ഇൻകം ഫ്രം ബിസിനസ് 15 lakh ഉണ്ട്. ദെൻ ഇൻകം ഫ്രം സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് 12,000 ആണ്. Then interest on PPF 36,000, investment in PPF 1,50,000. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടാക്സ് ലൈബിലിറ്റി ആൻഡ് അഡ്വൈസ് ഹിം വെദർ ഹി ഷുഡ് ഓപ്റ്റ് ഫോർ ദ ഓൾഡ് ടാക്സ് റെജീം. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓൾഡ് ടാക്സ് റെജീമിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്, അതുപോലെ പുതിയതിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആകെ 4 ഐറ്റംസേ തന്നിട്ടുള്ളൂ. 4 ഓരോ ഹെഡിൽ വരുന്ന ഇൻകമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. രണ്ടിലും വരുന്ന ഡിഫറൻസസ് എന്താണെന്ന് നോക്കുക. ഓൾഡ് ടാക്സ് റെജീം ആവുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ഡിഡക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷേ അത് പുതിയ സിസ്റ്റത്തിലില്ല. ആൻഡ് അതുപോലെ ടാക്സ് റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. അതാണ് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഓൾഡ് ടാക്സ് റെജീം തന്നെ നോക്കാം. ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് 15 lakh, അത് ഇൻകം ഫ്രം ബിസിനസ്, അത് ടാക്സബിൾ ആണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അതർ ഹെഡിൽ വരുന്ന ഐറ്റമാണ്. ഇത് രണ്ടുമാണ് നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണിക്കാനുള്ളത്. ഇൻകം ഫ്രം അതർ സോഴ്സും ആൻഡ് ബിസിനസ് ഇൻകം ആയിട്ട്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ PPF എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. നമ്മൾ ആദ്യം പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടൈപ്പ് പഠിച്ചിട്ടുള്ള ഒരു തിയറി ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടാകും. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിട്ടാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 15,12,000 ആണ്. ഇനി അതിൽ ഡിഡക്ഷൻസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഒന്ന് എന്താണ്? ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. TTA നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ PPF അല്ലെങ്കിൽ ഡെപ്പോസിറ്റഡ് ഇൻ PPF എന്ന് പറയുന്നത് നമുക്ക് 1,50,000 വരെ ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഇതാണ് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനുള്ളത്. അപ്പോൾ ഡിഡക്ഷൻ എന്ന് പറയുമ്പം ഒന്ന് ATCയിൽ PPFിലേക്കുള്ള ഡെപ്പോസിറ്റ് 1,50,000, അതിൻ്റെ മാക്സിമം സീലിംഗ് 1,50,000 ആണ്. അതുകൊണ്ട് ഇത് മൊത്തം എടുക്കാം. അതിലും കൂടുതലുണ്ടെങ്കിൽ 1,50,000 ആയിട്ട് അത് ലിമിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 80TTAയിലാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. അത് എത്രയാണ്? മാക്സിമം 10,000 ആണ്. സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 വരെ കിട്ടും. സിറ്റിസൺ അല്ലെങ്കിൽ അതല്ലാത്ത അസസീസ് ആവുന്ന സമയത്ത് മാക്സിമം 10,000 വരെയാണ് കിട്ടുക. ഇതിൽ 12,000 ഏൺ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് 10,000 വരെയാണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം സീലിംഗ്. അപ്പോൾ അത് രണ്ടും 1,60,000 കുറച്ച് കഴിഞ്ഞാൽ 13,52,000 ആണ് ഓപ്ഷണൽ ടാക്സ് റെജീം അല്ലെങ്കിൽ ഓൾഡ് ടാക്സ് റെജീമിൽ വരുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ ഡിഫോൾട്ട് ടാക്സ് റെജീം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീം ആവുന്ന സമയത്ത് ഇൻകം നമുക്ക് ഇത് തന്നെയാണ് 15 lakhും. ദെൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അതർ സോഴ്സിൽ വരുന്നതിൽ 12,000ഉം ആൻഡ് PPF എന്നുള്ള ഇൻട്രസ്റ്റ് എക്സെപ്റ്റഡും ആയിട്ടാണ് കാണിക്കുന്നത്. സോ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 15,12,000 തന്നെയാണ്. ദെൻ ഡിഫറൻസ് വരുന്നത് എന്താ? ഈ ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് പുതിയ ടാക്സ് റെജീം പ്രകാരം ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ 15,12,000ഉം നമുക്ക് ടാക്സബിൾ ഇൻകം ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടിൻ്റെ ടാക്സ് ലൈബിലിറ്റിയിൽ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് നോക്കാം. ഓൾഡ് ടാക്സ് റെജീം ആവുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് കാണാം? നോർമലി കാണുന്നത് പോലെ തന്നെ അപ് ടു 2,50,000 നില്ലായിട്ടും, ദെൻ 2,50,000 മുതൽ 5 lakh വരെ 5%, ആൻഡ് എബവ് 5 lakh to 10 lakh വരെ 20%, ആൻഡ് 10 lakhന് കൂടുതലാണെങ്കിൽ 30%. ഈ ഒരു സ്ലാബ് റേറ്റ് വെച്ചിട്ട് നമുക്ക് ടാക്സ് ലയബിലിറ്റി കാണുന്ന സമയത്ത് നമുക്ക് 2,18,100 കിട്ടും. ആ ടാക്സ് റേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ടാക്സ് എത്രയാണെന്നുള്ളത് കിട്ടും. അതുപോലെ ന്യൂ ടാക്സ് റെജീം ആവുന്ന സമയത്ത് അവിടെ 3 lakh വരെ എക്സംപ്റ്റഡ് ആണ്. 3 lakh to 6 lakh വരെ 5%, 6 to 9 വരെ 10%, ആൻഡ് 9 to 12 വരെ 15%, 12 to 15 വരെ 20%, ആൻഡ് എബവ് 30% ആയിട്ട് മാറും. നമ്മൾ സ്ലാബ് റേറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അതിലേക്ക് പോവാത്തത്. അപ്പോൾ ഈ രണ്ട് സ്ലാബ് റേറ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2,18,100 കിട്ടും. ന്യൂ ആണെങ്കിൽ 1,53,600 കിട്ടും. ഓക്കെ,
അടുത്തത് നമ്മൾ നോക്കേണ്ടത് റിബേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓൾഡ് ടാക്സ് റെജീമിൽ റിബേറ്റ് കിട്ടുന്നത് നമ്മളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 lakh ബിലോ ആണെങ്കിലാണ്. പക്ഷെ ഇവിടെ എത്ര ഉണ്ട്, 13 lakh സംതിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിബേറ്റ് കിട്ടില്ല. പുതിയതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 lakhന് കുറവാണ് നമ്മളുടെ ഇൻകം എന്നുണ്ടെങ്കിലാണ് നമുക്ക് റിബേറ്റ് കിട്ടുക. ഇവിടെയും ഇൻകം 7 lakhന് എബവ് ആണ്, 15,12,000 ഉണ്ട്. ഇപ്പോൾ ഈ രണ്ട് കേസിലും റിബേറ്റ് നമുക്ക് കിട്ടില്ല. അതാണ് നോട്ട് ആപ്ലിക്കബിൾ. രണ്ട് കേസിലും റിബേറ്റ് നമുക്ക് കിട്ടാനുള്ള പ്രൊവിഷൻ ഇല്ല. ദെൻ അടുത്തത് നോക്കേണ്ടത് സർചാർജ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. സർചാർജ് എപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, 50 lakhന് എബവ് രണ്ട് കേസിലും, പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും 50 ലക്ഷത്തിന് മുകളിലുള്ള ഇൻകം വരുന്നവർക്ക് സർചാർജ് വരുള്ളൂ. ഇതിൽ രണ്ടിലും ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് കുറവാണ്. അതുകൊണ്ട് സർചാർജ് എന്ന് പറയുന്നത് നില്ലായിരിക്കും. ദെൻ പിന്നെ നമുക്ക് നോക്കേണ്ടത് എഡ്യൂക്കേഷൻ സെസ് ഉണ്ടോ എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സെസ് എല്ലാ കേസിലും നമുക്ക് 4% ചാർജ് ചെയ്യണം. അപ്പോൾ അത് എത്രയാണ്, 4% ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകത്തിൻ്റെ മുകളിൽ 4% ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കേസിലും എഡ്യൂക്കേഷൻ സെസ്സും കൂടെ കിട്ടും. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഓൾഡ് ടാക്സ് റെജീമത്തെ ടാക്സ് ലൈബിലിറ്റി ആയി, ന്യൂ ടാക്സ് റെജീമും ടാക്സ് ലൈബിലിറ്റി ആയി. അപ്പോൾ അവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിഡക്ഷനിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, ടാക്സ് ലൈബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, ആൻഡ് അതുപോലെ റിബേറ്റ് നോക്കുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ട്, സർചാർജ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ആദ്യം ടോട്ടൽ ഇൻകം കാണുക, ദെൻ ടാക്സ് ലൈബിലിറ്റി കാണുക, ദെൻ റിബേറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സർചാർജ് നോക്കുക, എഡ്യൂക്കേഷൻ സെസ് ഉണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമലി ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുണ്ടാവും. ഇതൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. From the following particulars, calculate the tax liability of Mr. Das, who is now working in a private company at Mumbai. He opted optional tax regime. അതിൽ ഇൻഫോർമേഷൻ പറഞ്ഞിട്ടുള്ളത്, ഇതിപ്പോൾ മുംബൈയിൽ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവരുടെ ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്, ഒന്ന് സാലറി ഇൻകം എന്ന് പറയുന്നത് 11,200 ആണ്, അതായത് ഇൻകം ഫ്രം സാലറിയിൽ വരുന്നതായിട്ടാണ്. ദെൻ DA 3,850 പെർ മന്ത്. DA എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളത് ബാക്കി HRൻ്റെയോ കാൽക്കുലേഷൻസിലേക്ക് എടുക്കേണ്ടതുള്ളൂ. അത് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്യണം. ഇതിൽ നമുക്ക് അങ്ങനെ ഇൻഫോർമേഷൻ പറഞ്ഞിട്ടില്ല, DA എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. നെക്സ്റ്റ്, റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ഫോർ വിച്ച് ഹി പേയ്സ് എ മന്ത്ലി റെൻറ്റ് ഓഫ് 340 പെർ മന്ത്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ വർക്ക് വിസിറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് ആ ട്രീറ്റ്മെൻറ്റ് നോക്കണം. ദെൻ എ കാർ വിത്ത് എൻ എൻജിൻ കപ്പാസിറ്റി ഓഫ് 1.8 liters വിത്ത് എ ഡ്രൈവർ ഈസ് പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ. ഓൾ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ കാർ ഈസ് മെറ്റ് ബൈ ദ എംപ്ലോയർ. ദ കാർ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. അത് നമ്മൾ ആ ഫസ്റ്റ് കാർ പെർക്വിസിറ്റിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ 1.8 liter എന്ന് പറയും. 1.6 മുകളിലാണെങ്കിൽ ലാർജ് കാറാണ്. ലാർജ് കാറിൻ്റെ കേസ് ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പേർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എംപ്ലോയറാണ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതും ഡ്രൈവറിൻ്റെ സാലറി മീറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ കേസിൽ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും, 2,000 ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ്. 2,400 പ്ലസ് 900 ഡ്രൈവറിൻ്റെ സാലറിയാണ് നമുക്കതിൽ വരിക. ഓക്കെ, അത് റെൻറ്റ് ഫ്രീ അല്ല, കാറിൻ്റെ പെർക്വിസിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതും നോട്ടൊന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഹീ ഈസ് ഓൾസോ ഗെറ്റിംഗ് ആൻ എമൗണ്ട് ഓഫ് 1,000 പെർ മന്ത് ആസ് എൻ്റർടൈൻമെൻറ്റ് അലോവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് നമ്മൾ സാലറീൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ മാത്രം നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇവിടെ പ്രൈവറ്റ് എംപ്ലോയി ആയതുകൊണ്ട് അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, സാലറീൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ദെൻ ഹി പെയ്ഡ് 1,200 ആസ് പ്രൊഫഷണൽ ടാക്സ് ഫോർ ദ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. പ്രൊഫഷണൽ ടാക്സ് നമ്മൾ എന്താ ചെയ്യുക, സാലറിയിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. ഡിഡക്ഷൻ 16 പ്രകാരം സാലറിയിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റാണ് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ അലവൻസ് ഫോർ 2 children at ₹600 പെർ മന്ത്. എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാക്സിമം 2 children വരെയാണ് നമുക്ക് കിട്ടുക. പെർ ചൈൽഡ് 100 rupee വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് 200 പെർ മന്ത് വരെ നമുക്ക് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് 2 കുട്ടികൾക്ക്, അതായത് 200 പെർ മന്ത് വരെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടെ 600 ഉണ്ടെങ്കിൽ ബാക്കി 400 പെർ മന്ത് എന്നുള്ളത് ടാക്സബിൾ ആയിട്ട് മാറും. ദെൻ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ പെയ്ഡ് ബൈ ദ കമ്പനി. എന്താണ്, പെർക്വിസിറ്റ് തന്നെയാണ്. ഇലക്ട്രിസിറ്റി ബില്ല് കമ്പനിയാണ് പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 22,000 ടാക്സബിൾ ആയിട്ട് മാറും. His income from let out house property 75,000. He spent 12,000 for its repairs in the previous year.
അത് അടുത്ത ഹെഡായി മാറി. ഏതായി? ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് പറഞ്ഞത്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്ന് 75,000 കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിൽ 12,000 ഇയാൾ റിപ്പയേഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കേണ്ടത് റിപ്പയർ ആണെന്നുണ്ടെങ്കിലും ഡിപ്രിസിയേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അതിന് നമ്മൾ പിന്നെയും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ റിപ്പയറും ഡിപ്രിസിയേഷൻ അങ്ങനത്തെ എന്തെങ്കിലും അതിൻ്റെ വയറിംഗ് ചാർജസ് അങ്ങനെ എന്ത് തന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മൾ പിന്നെയും ലെസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ അത് ഇൻക്ലൂഡഡ് ആയിട്ടാണ് കാണിക്കുക. Then he contributed 3,000 per month to a recognized provident fund. എന്താ എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ് അണ്ടർ സെക്ഷൻ 80C. Then he also paid 16,000 towards life insurance premium. അതും 80Cയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്, മാക്സിമം 1,50,000 വരെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ. ഇത് നമ്മളെങ്ങനെ ആൻസറിലേക്ക് മാറ്റും? ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സാലറി 11,200 പെർ മന്ത് ആണ്. സോ ടോട്ടൽ 1,34,400. ദെൻ DA അത് നമ്മൾ ഇയർലി കൺവേർട്ട് ചെയ്യണം. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ അലവൻസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ അലവൻസ് എന്ന് പറയുന്നത് 600 പെർ മന്ത് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ 7,200. ബട്ട് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഒരു കുട്ടിക്ക് 100 രൂപ വെച്ച് 2 കുട്ടികൾക്ക് വരെ മാക്സിമം. അതായത് 200 പെർ മന്ത് വരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നത്. 200 പെർ മന്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ 2,400 ഒരു കൊല്ലത്തേക്ക്. ബാക്കി ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരിക്കും. ദെൻ പെർക്വിസിറ്റിൽ വരുന്നത് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ കേസാണ്. അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് ചെയ്യാം? April 2023 ടു August 31, 2023 വരെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് RFA കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15% വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? 15% വെച്ചിട്ട് 5 മാസത്തേക്ക് April to August വരെ ഉള്ളത് 5 മാസത്തേക്കുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ September 30, 23 അതായത് 2023 സെപ്റ്റംബർ മുതൽ അടുത്ത March 2024 വരെയുള്ളത് നമ്മൾ 10% വെച്ചിട്ടുമാണ് കാണുന്നത് അടുത്ത 7 മാസത്തിന്. എന്തിൻ്റെ മുകളിലാണ് നമ്മൾ കാണുക? RFAൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി ഉണ്ട് ആൻഡ് അതിൻ്റെ കൂടെ DAൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ ഏതൊക്കെയാണ് ഐറ്റംസ് വരുന്നതെന്നുള്ളത് നോക്കണം RFAൻ്റെ കാൽക്കുലേഷൻ ആവുന്ന സമയത്ത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RFA എത്രയാണെന്നുള്ളത് കിട്ടും. 2 പീരീഡിലായിട്ടുള്ളതായിരിക്കും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18,270 ആണെന്ന് കിട്ടും. ഇനി 18,270 ഓൾറെഡി എംപ്ലോയി 340 രൂപ വെച്ചിട്ട് റെൻറ്റ് അവർക്ക് അടയ്ക്കുന്നുണ്ട്, അതായത് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അത് 4,080 നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ടുള്ള പെർക്വിസിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. നെറ്റ് എമൗണ്ട് 14,190 ആണ് നമുക്ക് ഫൈനൽ എമൗണ്ട് ഉണ്ടാവുക. ഇനി അടുത്ത ഒരു പെർക്വിസിറ്റ് പറഞ്ഞിട്ടുള്ളത് മോട്ടോർ കാറാണ്. മോട്ടോർ കാറിൻ്റെത് ഫിക്സ്ഡ് എമൗണ്ട് ആണ്. അവിടെ പറഞ്ഞിട്ടുള്ളത് എംപ്ലോയറാണ് എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത്, ഡ്രൈവറിൻ്റെ സാലറി അടക്കം. അതൊരു ലാർജ് കാറാണ്. ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പേർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ടേബിളായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ കാണാൻ 2,400 ആണ് ലാർജ് കാറിൻ്റെ എമൗണ്ട് വരുന്നത്, പ്ലസ് 900 ഡ്രൈവറിൻ്റെ സാലറി. അപ്പോൾ മന്ത്ലിയാണ്. അതിന് ഇയർലിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 39,600. ദെൻ ഇലക്ട്രിസിറ്റി ബിൽ പറഞ്ഞിട്ടുണ്ട്, അതും പെർക്വിസിറ്റാണ്. എംപ്ലോയിക്ക് വന്നിട്ടുള്ളൊരു എക്സ്പെൻസ് കമ്പനി മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെർക്വിസിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. 22,000. ടോട്ടൽ 2,73,190 ആണ് നമുക്ക് എമൗണ്ട് ഗ്രോസ് സാലറി കിട്ടുക. ആൻഡ് ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് കുറയ്ക്കണം, സെക്ഷൻ 16 പ്രകാരമുള്ളത്. ഇതിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നോർമലി നമ്മൾ കുറയ്ക്കുന്നതാണ്. ദെൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ 1,200 പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കുറയ്ക്കണം, 1,200. ഇനി ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിസീവ് ചെയ്തിരിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അത് അപ് ടു എ ലിമിറ്റാണ്. നമ്മൾ അതിൻ്റെ ലിമിറ്റ് കണ്ടെത്തിയിട്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമുക്ക് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതും 16 അണ്ടറിൽ വരുന്നത് തന്നെയാണ്.
ഓക്കെ, അപ്പം ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടാക്സബിൾ സാലറി കിട്ടും. ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അടുത്തൊരു ഹെഡിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് റെൻ്റ് കിട്ടുന്നത്, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്ന് റെൻറ്റ് കിട്ടുന്നത് 75,000 ആണ്. 12,000 റിപ്പയേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 75,000 നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്, ലെസ് 30% അഡ്മിസിബിൾ ഡിഡക്ഷൻ. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഉണ്ടല്ലോ, അത് മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ വരുന്ന എക്സ്പെൻസുകൾ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ 2 എണ്ണം കുറയ്ക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം. അതുപോലെ ഡിഡക്ഷൻസ് ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് അതായത് 24 ഡിഡക്ഷനിൽ വരുന്ന ബാക്കി 2 ഐറ്റം ഇൻട്രസ്റ്റ് ആണ്. ഹോം ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഹൗസ് പ്രോപ്പർട്ടീൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കുറയ്ക്കാം. പ്രീവിയസ് ഇയറിൽ എടുത്തതും ആൻഡ് പ്രീവിയസ് ഇയറിന് മുന്നേ എടുത്തിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടും നമുക്ക് കുറയ്ക്കാം. അതല്ലാത്ത എക്സ്പെൻസുകളൊന്നും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ 30% കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും കിട്ടും. ദെൻ ഈ 2 ഹെഡ്സ് ഓഫ് സാലറി ആൻഡ് ഹൗസ് പ്രോപ്പർട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. അതൊന്ന് അഡ്മിസിബിൾ ഡിഡക്ഷൻസ് കുറയ്ക്കാം. ഡിഡക്ഷൻ ഒന്ന് പറഞ്ഞിട്ടുള്ളത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന 36,000 ആണ്. ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ 16,000 ആണ്. ഇത് രണ്ടും കൂടെ 52,000 ഉള്ളൂ. മാക്സിമം നമുക്ക് ATCയിൽ 1,50,000 വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇതിൽ 52,000 ആണ്, അത് മൊത്തമായിട്ട് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ടോട്ടൽ ഇൻകം 2,22,490 ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് 2,50,000 ബിലോ ആയതുകൊണ്ട് നമുക്ക് എന്തില്ല, ടാക്സ് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അടുത്തത്, മിസ്റ്റർ രാജീവ് ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി ആൻഡ് ഹീ ഈസ് ഡ്രോയിങ് മന്ത്ലി സാലറി ഓഫ് 9,375. മന്ത്ലി സാലറിയാണ്, ഇയറിലേക്ക് കൺവേർട്ട് ചെയ്താൽ സാലറി, ഇൻകം ഫ്രം സാലറിയിൽ വരുന്നതാണ്. ഹി ഈസ് ഓൾസോ ഗെറ്റിംഗ് DA അറ്റ് ദ റേറ്റ് ഓഫ് 3,563 പെർ മന്ത് ആണ്. DA എന്ന് പറയുന്നതും നമുക്ക് ഇയർലിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് മന്ത്ലി HRA of 703 in addition to city compensatory allowance of 120. അപ്പോൾ അവിടെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസും ഉണ്ട്, അതുപോലെ തന്നെ HRA ഉണ്ട്, ഹൗസ് റെൻ്റ് അലവൻസും ഉണ്ട്. ദെൻ he paid 2,500 per month towards ഹൗസ് റെൻറ്റ് റിലേറ്റഡ് ആയിട്ട് 2,500 രൂപ അയാൾ അടയ്ക്കുന്നുണ്ട്. അതായത് HRA റിസീവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ റെൻ്റായിട്ട് 2,500 ഇയാളുടെ കയ്യിൽ നിന്നും പോകുന്നുണ്ട്. ദെൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഹീ റിസീവ്ഡ് 15,453 ആസ് അരിയേഴ്സ് ഓഫ് DA. ഇക്കൊല്ലത്തെ DA കൂടാതെ കരിയറായിട്ട് DA ഒരു 17,453 കൂടെ റിസീവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ ഹി കോൺട്രിബ്യൂട്ട് 1,500 പെർ മന്ത് ടു GPF എന്ന് പറഞ്ഞാൽ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 1,500 പെർ മന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ATCയിൽ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ആൻഡ് പ്രീമിയം ഫോർ ലൈഫ് പോളിസി 150 പെർ മന്ത്, അതും ATCയിലെ ഡിഡക്ഷനാണ്. ആൻഡ് ഹി ഹാസ് ഡെപ്പോസിറ്റഡ് 20,000 ആസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക് ഫോർ 6 years. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്, 20,000. Then he paid 2,000 in the previous year as employment tax. എംപ്ലോയ്മെൻറ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് എന്നൊക്കെ പറയുന്നത് സാലറി ഹെഡ് എന്ന് വരുന്ന ഡിഡക്ഷനാണ് 16 പ്രകാരം. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ടാക്സ് ലൈബിലിറ്റി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 ആസ് പെർ ഓപ്ഷണൽ ടാക്സ് റെജീം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓപ്ഷണൽ മീൻസ് പഴയത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? സാലറി 1,12,500 ഇയർലി കൺവേർട്ട് ചെയ്തതാണ്. ദെൻ DA ഉണ്ട്, അതും ഇയർലിയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ദെൻ അരിയറായിട്ട് കിട്ടിയിരിക്കുന്ന DA ഉണ്ട്, ഇത് കഴിഞ്ഞ കൊല്ലം കിട്ടേണ്ട ഒരു DA കൂടെ നമുക്ക് ഇക്കൊല്ലാണ് പാസ്സായി വന്നത്, അതും നമ്മൾ ആഡ് ചെയ്തു. ദെൻ CCA ഉണ്ട്, സിറ്റി കോമ്പൻസേറ്ററി അലോവൻസ്. ദെൻ HRAൻ്റെ കേസിൽ എന്താ, HRA നമുക്ക് പാർഷ്യലി എക്സംപ്റ്റഡ് ആണ്, അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. HRA ആക്ച്വൽ റിസീവ് നമ്മൾ 3 കണ്ടീഷനാണ് നോക്കുക. ഇത് എവിടെയാണ് ഇയാൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറഞ്ഞിട്ടില്ല. പറയാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, 40% അസ്യൂം ചെയ്യാം. മെട്രോ സിറ്റീസ് ആണെങ്കിൽ മാത്രം 50% കണ്ടാൽ മതി. 3 കാര്യം നോക്കേണ്ടത്: 40% ഓഫ് സാലറി,
എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി ആൻഡ് ആക്ച്വൽ HRA റിസീവ്ഡ്. അപ്പോൾ ആക്ച്വൽ HRA റിസീവ്ഡ് 8,436 ആണ്. ദെൻ എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. ഇവിടെ സാലറി റെൻറ്റ് പെയ്ഡ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 2,500 വെച്ചിട്ടാണ് ഇയാൾ ഹൗസ് റെൻറ്റ് പേ ചെയ്യുന്നത്. അപ്പോൾ 2,500 ഇൻറ്റു 12 എത്ര ഉണ്ടാകും? 30,000 മൈനസ് 10% ഓഫ് സാലറി. സാലറി എത്രയാ? 1,12,500. അത് DA ഒന്നും എന്തിൻ്റെ ഭാഗമല്ല, ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ HRA കാൽക്കുലേഷനിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1,12,500ൻ്റെ 10% ആണ് 11,250. അപ്പോൾ എമൗണ്ട് 18,750. ദെൻ 40% ഓഫ് സാലറി. സാലറീൻ്റെ 40% പറയുമ്പോൾ 45,000 കിട്ടി. ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 8,436 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം? HRA നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇവിടെ ഗ്രോസ് സാലറി കണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ സെക്ഷൻ 10 എന്ന് പറഞ്ഞിട്ട് ഡിഡക്റ്റ് ചെയ്തത്. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. HRA കണ്ടിട്ട് HRAൻ്റെ താഴെ തന്നെ, അതിന് തൊട്ട് താഴെ തന്നെയായിട്ട് ലെസ് എക്സംഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ദ എമൗണ്ട് മൈനസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗ്രോസ് സാലറി കണ്ടാൽ മതി. അതല്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡിന് ചെറിയ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. ഇവിടെ ചെയ്തിട്ടുള്ള എഫക്റ്റ് ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ HRAൻ്റെത് ഫുൾ എടുത്തതിന് ശേഷം ഗ്രോസ് സാലറിയിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്തത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. HRA നമ്മൾ കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ എക്സംപ്റ്റഡ് എമൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ടിലേക്ക് ട്രീറ്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. ഇനി ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ 16 വരുന്ന ഡിഡക്ഷൻ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഉണ്ട് ആൻഡ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഉണ്ട്. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം സാലറി കിട്ടി. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് നില്ലാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം സെയിം, ഇൻകം ഫ്രം സാലറി തന്നെ ഉള്ളൂ നമുക്ക്. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിഡക്ഷൻസ് കുറയ്ക്കാനുണ്ട്. ഓക്കെ, വേറെ ഹെഡ്സ് ഓഫ് ഇൻകൊന്നുമില്ല. ഡിഡക്ഷനായിട്ട് നമുക്കുള്ളത് നമ്മൾ GPFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടും ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുള്ള എമൗണ്ട്, അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 20,000 ആണ്. അപ്പോൾ ഈ 3 എണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോട്ട്സിൽ, കോൺട്രിബ്യൂഷൻ ടു GPFും പ്രീമിയം പെയ്ഡ് ഫോർ ലൈഫ് ഇൻഷുറൻസ് പോളിസി ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക് 3 കൂടെ ആഡ് ചെയ്താൽ 39,800 കിട്ടും. 39,800 ആണ് ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. വേറെ ഡിഡക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ ഇൻകം 82,350 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതും 2,50,000 ബിലോ ആയതുകൊണ്ട് നമുക്ക് എന്തില്ല, ടാക്സ് ലൈബിലിറ്റി വരുന്നില്ല. ഓക്കെ, ഇത് 3 എക്സാമ്പിൾസാണ്. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.